ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് ആദിലയും നൂറയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നടക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ആ സംഭവം ഷാനവാസിനോടുള്ള ബന്ധത്തിലാണ്. ഷാനവാസുമായിട്ടുള്ള ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇനിയും ഉണ്ടാവില്ല. അയാളൊരു മെയിൽ ഷോവനിസ്റ്റ് ആണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. പുരുഷ മേധാവിത്വം തുളുമ്പി നിൽക്കുന്ന ഷാനവാസിനെ വിട്ടുകളഞ്ഞിട്ട് മാറുവാനാണ് ഇപ്പോൾ ആദിലയുടെ തീരുമാനം. എനിക്ക് എൻ്റെ വഴി, എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് എന്ന് നൂറയോട് താൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോഴിങ്ങനൊരു തീരുമാനമെടുത്തത്? അതെ, എപ്പിസോഡിൽ ഷാനവാസിനെ ലാലേട്ടൻ അടിച്ചു തകർത്തു. ഷാനവാസ് എന്ന വൻമരം കടപുഴകി വീണിരിക്കുകയാണ്. അപ്പോൾ തന്നെ ആദിലയ്ക്ക് കാര്യം പിടികിട്ടി. ഇനി അയാളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഗെയിമിനെ ബാധിക്കും. അപകടകരമായ ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് അയാളെ വിട്ടുകളയുക, സ്വതന്ത്രമായി മാറുക. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആദില എന്ന വ്യക്തി, ആദില എന്ന കണ്ടസ്റ്റന്റ് മഹാ ഫേക്കാണ് എന്നുള്ള കാര്യം. കാരണം തൻ്റെ കൂടെ നടന്ന് ഒരു പെങ്ങളാങ്ങള ബന്ധം നാട്ടുകാരുടെ മുൻപിലെല്ലാം വെളിപ്പെടുത്തിയതിനു ശേഷം അയാൾക്കൊരു വീഴ്ചയുണ്ടായപ്പോൾ ആ വീഴ്ചയിൽ അയാളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ അയാളെ താങ്ങിപ്പിടിക്കാൻ പോയാൽ എൻ്റെ കാര്യം കൂടി പോക്കാവും, ഞാനിവിടെ ഗെയിം കളിക്കാൻ വന്ന വ്യക്തിയാണ്, സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞ് പിന്മാറുക എന്ന് പറയുമ്പോൾ അത് വളരെ അധമമായിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അല്ല എങ്കിൽ ഇത്രയും വലിയ അറ്റാച്ച്മെന്റിനൊന്നും പോകരുതായിരുന്നു. ആ വീട്ടിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ മാത്രം വെച്ച് പുലർത്തി മുൻപോട്ട് പോവുകയായിരുന്നുവെങ്കിൽ നമുക്കതിനെ അംഗീകരിക്കാമായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ഇന്നലെ വരെയോളം പെങ്ങളൂട്ടി തന്നെയായിരുന്നു. ആങ്ങളൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ എല്ലാവരും അകന്നു മാറുമ്പോൾ പെങ്ങളൂട്ടിയല്ലേ കൂടെ നിൽക്കേണ്ടത്. പക്ഷെ വേറെ ആരും ഒന്നും സംസാരിക്കുന്നില്ല. പെങ്ങളൂട്ടി പറയുകയാണ്, ഞാൻ ഇനി ആ കണക്ഷനകത്ത് നിൽക്കില്ല, ഒരുപക്ഷെ ഞാൻ പുറത്തു പോയേക്കാം, അതുകൊണ്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് ഇനി ഞാൻ മുൻപോട്ട് പോകാൻ പോകുന്നത്, എനിക്ക് എൻ്റെ ഗെയിം എന്ന് നൂറയോട് പറയുവാൻ ശ്രമിക്കുകയാണ്. ആദില ഈ പറയുന്ന സമയത്ത് നമുക്ക് കുറച്ച് പിൻപിലേക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. ആദില ഒരിക്കലും ഷാനവാസിനോട് ഫ്രണ്ട്ഷിപ്പ് കൂടിയതും പെങ്ങളൂട്ടി ബന്ധം സ്ഥാപിച്ചതും അത് റിയലായിട്ടൊരു ബന്ധമായിരുന്നില്ല. ശരിക്കും പെങ്ങളൂട്ടി എന്നുള്ള ആ ഒരു ചിന്താഗതിയിലല്ല ആദില ഷാനവാസുമായിട്ട് കണക്റ്റഡ് ആയത്. പിന്നെ എന്തിന്റെ ബേസിലാണ്? നെവിന്റെ മുഖത്ത് നോക്കി അനാവശ്യം പറഞ്ഞതുകൊണ്ടാണ്. ആ വിഷയത്തിനകത്ത് ആദില പെട്ടു എന്ന് ആദിലയ്ക്ക് മനസ്സിലായി. അവിടെ ആദിലയ്ക്ക് കൈ കൊടുത്തതും ആ വീഴ്ചയിൽ നിന്നും അതൊരു വലിയ സീനായി മാറാതിരിക്കുവാൻ ആദിലയെ പ്രൊട്ടക്ട് ചെയ്ത് കരകയറ്റി കൊണ്ടുവന്നതും ഷാനവാസാണ്. ഷാനവാസ് അവിടെ തല വെച്ചു കൊടുത്തു. അത് വലിയ വിവാദമായി. അവസാനം ഷാനവാസ് പറഞ്ഞു, ആദിലയെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം തുറന്നു പറഞ്ഞത്. ഇല്ലായിരുന്നുവെങ്കിൽ അതെന്റെ മനസ്സിൽ മാത്രം ഇരിക്കുന്ന കാര്യമായിരുന്നു, ഞാൻ അങ്ങനെ പബ്ലിക്കിന്റെ മുൻപിലേക്ക് അത് ഇട്ടുകൊടുക്കില്ലായിരുന്നുവെന്ന്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഈ ഉപകാര സ്മരണ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഇത്രയും വലിയ ഒരു നാറ്റ കേസിനകത്ത് താൻ പെട്ടുപോകാതിരിക്കുവാൻ, തന്നെ സപ്പോർട്ട് ചെയ്യുവാൻ അദ്ദേഹം വന്നതുകൊണ്ട് താൻ വിനീത വിധേയയായി ഒരു പെങ്ങളൂട്ടിയായി തീരുവാൻ തീരുമാനിച്ചതാണ്. അതിന് തൊട്ടു മുമ്പ് ഇയാൾ മെയിൽ ഷോവനിസ്റ്റ് ആണ് എന്നുള്ള കാര്യം ഇവര് ഉറപ്പിച്ചോടെ പറയുന്നുണ്ട്. അത് റിയാസ് വന്നപ്പോൾ ആദിലയുമായിട്ട് വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു വിഷയമാണ്. ഈ കമ്മ്യൂണിറ്റി അവര് പുരുഷ മേധാവിത്വത്തിനെതിരാണ്. പ്രത്യേകിച്ച് റിയാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് മെയിൽ ഷോവനിസത്തിനെതിരെ അതിശക്തമായ നിലപാടുകളുള്ള വ്യക്തിയാണ്. അയാൾ വന്ന് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആദിലയെ ഷാനവാസുമായി ഒരു തരത്തിലും കണക്ട് ആകാതിരിക്കത്തക്കവണ്ണം അകറ്റി മാറ്റിയതാണ്. ഒറ്റ ദിവസം കൊണ്ട് ഷാനവാസിനെതിരെ ഏതെല്ലാം തരത്തിലുള്ള കളികൾ കളിക്കാമോ അതെല്ലാം കളിച്ച് ബഹളമുണ്ടാക്കി പിണങ്ങിയാണ് റിയാസ് ആ വീട് വിട്ടു പോയത്. അതുകൊണ്ട് തന്നെ ഷാനവാസുമായിട്ട് ആദില കണക്ട് ആകാൻ പാടില്ല എന്നുള്ള കൃത്യമായ സന്ദേശം റിയാസ്, അതായത് ഈ കമ്മ്യൂണിറ്റിയുടെ ഇപ്പോഴത്തെ ഒരു രാജാവായിരിക്കുന്ന റിയാസ്, കമ്മ്യൂണിറ്റിയിലെ പ്രധാനപ്പെട്ട പ്രജയായിരിക്കുന്ന ആദിലയ്ക്ക് കുത്തിവെച്ചു കൊടുത്തതുമാണ്. എന്നിട്ടും ആദില ഈ മെയിൽ ഷോവനിസ്റ്റിന്റെ കീഴിൽ പോയി അഭയം പ്രാപിക്കണമെങ്കിൽ അത് നെവിന്റെ വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള കടപ്പാട് മാത്രമായിരുന്നു. അതങ്ങനെ തന്നെ ആയിരുന്നുവെന്ന് ഇന്നലത്തെ സംസാരത്തിൽ കൂടി വ്യക്തമാവുകയാണ്. അതായത് നിലനിൽപ്പിന് വേണ്ടി എടുത്തൊരു കാർഡ് മാത്രമായിരുന്നു. അയാൾ പക്ക മെയിൽ ഷോവനിസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് അയാളെ ഇനിയും ചുമക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കഷ്ടകാലത്ത് ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ല ഒരിക്കലും. ഒരു കഷ്ടത വന്നാൽ, ഒരു വീഴ്ച വന്നാൽ യഥാർത്ഥ സ്നേഹിതനാണെങ്കിൽ ജീവൻ കൊടുത്തും കൂടെ നിൽക്കുവാൻ വേണ്ടി തയ്യാറാകും. ഇവിടെ അയാൾക്കൊരു വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടപ്പോൾ ഉടൻ തന്നെ ആദില കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ്. ഈ ഒരു സൗഹൃദത്തെ നമുക്ക് ഏതിനോടാണ് ഉപമിക്കാൻ പറ്റുന്നത്? ഷാനവാസിനോട് തന്നെ ഉപമിക്കാൻ പറ്റുള്ളൂ. ഷാനവാസിന് അനീഷിനോട് ഏത് തരത്തിലുള്ള ഉടായിപ്പ് ഫ്രണ്ട്ഷിപ്പാണോ ഉള്ളത്, അതേ ഉടായിപ്പ് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ആദിലയ്ക്ക് ഷാനവാസിനോടുള്ളതും. പക്ഷേ ഷാനവാസ് അത് മനസ്സിലാക്കിയിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ അത് മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് അയാൾ ഏത് തരത്തിലുള്ള സമീപനമാണ് പുറത്തെടുക്കുക എന്നുള്ളത് പറയാൻ കഴിയില്ല. എന്തായാലും ആദില അയാളെ പെട്ടെന്ന് പിന്നിൽ നിന്ന് കുത്തിയിട്ട് പോകാനുള്ള സാധ്യതയില്ല. അങ്ങനെ പിന്നിൽ നിന്ന് കുത്തിയാൽ ഷാനവാസിന്റെ മറ്റൊരു മുഖം ആദില കാണേണ്ടി വരും. അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ അകന്നു മാറാനുള്ള സാധ്യതയാണ് മുൻപിൽ കാണുവാൻ പോകുന്നത്.
ഷാനവാസിന്റെ സ്വഭാവം നമുക്കറിയാം. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പോലും കണക്ക് ആവർത്തിച്ച് എല്ലാ മുക്കിലും മൂലയിലും പോയിരുന്ന് ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞാലും എണ്ണിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള വ്യക്തി ഒരിക്കലും ആദിലയെ വെറുതെ വിടില്ല. അതുകൊണ്ട് തന്നെ ആദില ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിലായിരിക്കും ഷാനവാസിനെ ഒഴിവാക്കാൻ പോകുന്നത്. പക്ഷേ ഷാനവാസിന്റെ ഹൃദയത്തിൽ ഇത് ആഴത്തിലുള്ള ഒരു ബ്രദർ സിസ്റ്റർ ബന്ധമാണ്. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നിസ്സാരമായിട്ടുള്ള ഒരു ചെറിയ ഉൾവലിയൽ പോലും ഷാനവാസിന് താങ്ങാൻ പറ്റില്ല. അയാളെ അത് കാര്യമായിട്ട് ഉലയ്ക്കും. അങ്ങനെയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ വലിയ കളികളായിരിക്കും അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുക. ആദിലയെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ആൾക്കാർ, ആദില നൂറ ഫാൻസ് ഒക്കെ ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാവാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ആദിലയുടെയും നൂറയുടെയും ഈ പ്രശ്നത്തെക്കുറിച്ച് ഷാനവാസ് ചർച്ച ചെയ്യുകയും അത് തൻ്റെ കുടുംബത്തിൽ തൻ്റെ മക്കൾക്കാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരെ സംരക്ഷിക്കും, എൻ്റെ ചോരയാണ്, അവരെ പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ ഞാൻ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗുകളൊക്കെ അദ്ദേഹം അടിക്കുകയും ചെയ്തതാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കൊക്കെ ഷാനവാസിനോടും ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടാവാം. എന്നാൽ ഇപ്പോഴത്തെ ആദിലയുടെ ഈ നിലപാട്, അതിനെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇയാളൊരു മെയിൽ ഷോവനിസ്റ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇത് ആദിലയ്ക്ക് ഇന്നും ഇന്നലെ അല്ല പിടികിട്ടിയത്. വന്നു കയറിയ ആ സമയം മുതൽ തന്നെ അവർക്കത് മനസ്സിലായതാണ്. അങ്ങനെയുള്ളപ്പോൾ പിന്നെയും ഇത്തരത്തിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വെച്ചുകൊണ്ട് ഇവിടം വരെയോളം കളിച്ചു മുൻപോട്ട് വന്നത്, ഇപ്പോൾ അയാൾ വീണു എന്ന് തോന്നിയപ്പോൾ അയാൾ മെയിൽ ഷോവനിസ്റ്റ് ആണ് എന്ന് തുറന്നു പറയാൻ തയ്യാറായത്. ഇതിനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ബാലൻസ് ചെയ്യുവാൻ കഴിയും? ഏത് രീതിയിൽ നിങ്ങൾക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യുവാൻ കഴിയും? ഞാൻ പറയുന്നത് ശരിയാണോ? ആദില ഫേക്ക് അല്ലേ? ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ മറ്റൊരു നമ്പർ 1 ഫേക്ക് കൂടിയല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കണം. ആദിലയുടെ ഇപ്പോഴത്തെ തീരുമാനം എന്തുകൊണ്ടും ശരിയാണെന്നാണ് ഫാൻസ് അസോസിയേഷൻ പറയുക. അങ്ങനെ ശരിയാകാനാണ് സാധ്യതയെങ്കിൽ ഇന്നലകളുടെ തീരുമാനം തെറ്റായിരുന്നു എന്ന് നിങ്ങൾ തന്നെ തുറന്നു പറയേണ്ടി വരും. പക്ഷേ നിങ്ങൾ തന്നെ ആ ഒരു സൗഹൃദത്തെയും പെങ്ങളൂട്ടി കാർഡുകളെയും ഒക്കെ നല്ല രീതിയിൽ സമൂഹത്തിന്റെ മുമ്പിൽ വാഴ്ത്തി പാടിയ ആൾക്കാരുമാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ആദിലയെ നിങ്ങൾ അംഗീകരിച്ചാൽ അതൊരു ഇരട്ടത്താപ്പായി പോവില്ലേ? ഇപ്പോഴത്തെ ആദിലയെ നിങ്ങൾ തള്ളിപ്പറഞ്ഞാൽ നിങ്ങൾ ഷാനവാസിന്റെ മെയിൽ ഷോവനിസത്തെ അംഗീകരിക്കുന്നവരാവില്ലേ? എന്തായിരിക്കും ഫാൻസിന്റെ തീരുമാനം? എന്തായാലും വ്യക്തിപരമായി ഇത് നന്നായി എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഇനിയിപ്പോൾ ഷാനവാസിനെയും ചുമന്നുകൊണ്ട് നടന്നാൽ അധികം മുൻപോട്ട് പോകാൻ പറ്റില്ല ആദിലയ്ക്കും നൂറയ്ക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു ടാസ്കിനിടയിൽ വെച്ച് ഷാനവാസിന്റെ കയ്യിൽ തല്ലു വാങ്ങിക്കൂട്ടിയിട്ടും ആദിലയ്ക്ക് കാര്യമായിട്ട് പ്രതികരിക്കാൻ പറ്റാതെ പോയത് ഈ ഒരു കാർഡ് എടുത്ത് കളിച്ചത് കൊണ്ട് മാത്രമാണ്. ഷാനവാസ് ആയതുകൊണ്ട് മാത്രമാണ് മിണ്ടാതിരുന്നത്. ആ വീട്ടിൽ ആ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നു ഈ നെറികേട് കാണിച്ചിരുന്നതെങ്കിൽ അവിടെ വലിയ പുകില് തന്നെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യം അത്ര സുഖകരമായിട്ടല്ലെങ്കിൽ പോലും ആദില സമ്മതിച്ചു കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വിട്ടുകളയുക, രക്ഷപ്പെടുക, അത് തന്നെയാണ് ബുദ്ധിപരമായ നീക്കം. പക്ഷേ വിട്ടുകളഞ്ഞാലും ചേർത്തു പിടിച്ചാലും ഒട്ടനവധി ചോദ്യങ്ങൾ മുൻപിൽ വരും. അതിൽ നിന്നും അത്ര ഈസി ആയിട്ട് ആദിലയ്ക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല. എന്ന് വെച്ചാൽ പോയി തല വെച്ചു കൊടുത്തതാണ്, ഇനിയിപ്പോൾ അനുഭവിക്കുക തന്നെ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന്.